ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ അതായത് ഐപാഡ് 10.2 ഈ ഒരു സീരീസിൽ കോമൺ ആയിട്ട് കംപ്ലൈൻറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ CPU. സോ ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ അതിൻ്റെ മദർ ബോർഡ് വരുന്നത് നമുക്ക് ഇതിൻ്റെ ടച്ച് സെപ്പറേറ്റ് ചെയ്യണം, അതിനുശേഷം എന്താണ് ഡിസ്പ്ലേ എടുക്കണം. കാരണം ഇത് ടച്ച് ഡിസ്പ്ലേ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. സോ ഇതിൻ്റെ ഒരു മദർ ബോർഡ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ തൊട്ടടുത്ത് നാൻഡ് വരുന്നുണ്ട്, അതുപോലെ പവർ ഐസി വരുന്നുണ്ട്. ഇതിൻ്റെ ഈ കോമൺ ആയിട്ട് കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അതായത് ഐപാഡ് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ലോഗോയിൽ വന്നിട്ട് റീസ്റ്റാർട്ട് ആവും, ലോഗോ വന്നിട്ട് പോകും, ലോഗോ വന്നിട്ട് റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഈ ഐട്യൂൺ മോഡിൽ നമ്മൾ ഈ സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുന്ന മോഡ് ആ ഒരു മോഡിലേക്ക് വന്നിട്ട് അതിൽ സ്റ്റക്കായിട്ട് നിൽക്കും. നമ്മൾ ഫ്ലാഷ് ചെയ്യുകയാണെങ്കിൽ ഫ്ലാഷിങ്ങിൽ എറർ കാണിക്കും, ഫ്ലാഷിങ് കംപ്ലീറ്റ് ആവില്ല. ഒരു 20 അബോ ഫ്ലാഷിങ് കംപ്ലീറ്റ് ആവില്ല. സോ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇതിൻ്റെ CPU ആണ് മെയിനായിട്ട് കംപ്ലൈൻറ്റ് വരുന്നത്. CPU ഡ്രൈ ആയി പോകുന്നതാണ് കംപ്ലൈൻറ്റ്. സോ നമ്മൾ ഈ CPU റിമൂവ് ചെയ്തിട്ട് റീബോൾ ചെയ്ത് ഫിക്സ് ചെയ്താൽ മതി. ഇതിൻ്റെ ഏറ്റവും CPU വരുന്നത്. ഇതിന് തൊട്ടടുത്ത് നാൻഡും ഉണ്ട്, സോ പവർ ഐസിയും വരുന്നുണ്ട്. സോ നമുക്ക് ഈ നാൻഡിനും പവർ ഐസിക്കും നമുക്ക് എന്താണ് ഇതേപോലെ സിൽവർ ടാപ്പ് വെച്ചിട്ട് നമുക്ക് പ്രൊട്ടക്ഷൻ ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഇതിന് CPU വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. CPU സൈഡിൽ ഗമ്മ് വരുന്നുണ്ട്. സോ ഈ ഒരു ഗമ്മ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബ്ലോവറും അതേപോലെ ഈ ഒരു ടൂൾ ആവശ്യമുണ്ട്. അതായത് ഇതിലൊരു നൈഫും അതിൻ്റെ അറ്റത്ത് വെച്ചേക്കുന്ന നൈഫ് ഹൈറ്റോങ്ങിൻ്റെ ആണ്. അതായത് CPU ഗമ്മ് കട്ടിങ് ബ്ലേഡ് തന്നെ വരുന്നുണ്ട്. 2 ഐറ്റംസ്. ഒന്ന് CPയുടെ ഗമ്മ് കട്ട് ചെയ്യാനുള്ളതും അതേപോലെ രണ്ടാമത് CPU ലിഫ്റ്റ് ചെയ്യാനുള്ള ബ്ലേഡാണ്. സോ ഈ ഒരു ബ്ലേഡും നമുക്ക് ഷാർപ്പായിട്ട് മദർ ബോർഡിലേക്ക് ഡാമേജ് വേണ്ടി നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. ഇത് ബ്ലോവറിൽ വെച്ചേക്കുന്ന ഹീറ്റ് 240 ഹീറ്റും 40 എയറുമാണ്. താഴെ ഫോട്ടോ കൊടുത്തിട്ട് കണ്ടാൽ മനസ്സിലാവും.
ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇതിൻ്റെ CPU ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഇതിൻ്റെ ഈ ഒരു സൈഡിലുള്ള ഈ ഒരു ഷീൽഡ് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് ആ പ്രോപ്പറായിട്ട് ഷീൽഡ് കട്ട് ചെയ്തെടുക്കാൻ CPU ലിഫ്റ്റ് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഈ ഒരു സൈഡിലാണ് കമ്പോണൻസിൻ്റെ വലിപ്പം, അതായത് ബാക്കി എല്ലാ സൈഡിലും നല്ല ഹൈറ്റിൽ കമ്പോണൻസ് ഉണ്ട്. സോ CPU റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഭാഗമാണ് ഇതിൻ്റെ സേഫ് ആയിട്ടുള്ള പൊസിഷൻ. സോ ഇതേപോലത്തെ ഒരു കട്ടർ യൂസ് ചെയ്ത് നമുക്കിത് സിമ്പിളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. രണ്ട് ഭാഗത്തും കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഷീൽഡ് റിമൂവ് ആവും, ഹീറ്റ് അടിക്കേണ്ട ആവശ്യമില്ല. ഷീൽഡിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്ത ശേഷം ഇതേപോലെ ഒരു ബ്ലേഡ് എടുത്തിട്ട് നൈഫ് കൊണ്ട് ഇതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലെഡ് ഉള്ളത്. സോ ആ ലെഡിൻ്റെ മുകളിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഫ്രെയിം, അതായത് ആ ഷീൽഡ് സിമ്പിളായിട്ട് റിമൂവ് ആയി പോകും. ഇനി CPU റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോങ് ഹൈറ്റോങ്ങിൻ്റെ CPU ലിഫ്റ്റിംഗ് ബ്ലേഡാണ് യൂസ് ചെയ്യുന്നത്. ബ്ലോവറിൽ വിത്തൗട്ട് നോസിലിൽ ഒരു 360 ഹീറ്റും 60 എയറും വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു 20 to 30 സെക്കൻഡിനുള്ളിൽ നമുക്ക് ഈ CPU റിമൂവ് ആയിട്ട് എടുക്കാൻ പറ്റും. CPU ഡാമേജ് ഒന്നും ഇല്ലാണ്ട് റിമൂവ് ആയിട്ടുണ്ട്. ബോൾസോ കാര്യങ്ങളോ ഒന്നും മിസ്സിംഗ് ഇല്ല. ഇതിലൊരു നമുക്കൊരു പ്ലസ് മെത്തേഡ് കിട്ടിയെന്ന് വെച്ചാൽ ഇതിലെന്താണ്, നമ്മുടെ മദർ ബോർഡിലേക്ക് ഒരു ഗമ്മ് പോലും ഇല്ല. ടോട്ടൽ ഗം ഐസിയിലാണ്. ഇത് നേരെ തിരിച്ചാണ് നമുക്ക് വരേണ്ടത്. അതായത് ടോട്ടൽ മദർ ബോർഡ് ഗമ്മിൽ വരണം, ഐസിയിൽ ഗം ഉണ്ടാകാൻ പാടില്ല. കാരണം നമുക്ക് ഈ ഐസിയിലെ ഗമ്മ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു റിസ്ക് ആണ്. മദർ ബോർഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഫ്ലെക്സ് ആഡ് ചെയ്തേക്കാം. ഫ്ലെക്സ് ആഡ് ചെയ്തതിനു ശേഷം 132 PP ഡബിൾ 183 132 183 രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് നമുക്ക് ഈ അതിന് പറയുന്ന പേരാണ് റീമെൽറ്റിംഗ് മെത്തേഡ്. സോ ഈ ഒരു മെത്തേഡിൽ നമുക്ക് ഇതിൻ്റെ ബോൾസ് എല്ലാം ക്ലീൻ ആക്കി എടുക്കാം. അയണ് കൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ബോൾസും, അതായത് ഈ ഇതിൽ ഗമ്മ് കട്ട് ചെയ്തെടുക്കുന്നത്. അതായത് ഇതിൻ്റെ ലെഡെല്ലാം ഈ ഒരു നിങ്ങൾക്ക് നേരത്തെ CPU കണ്ടാൽ മനസ്സിലാവും. ഇതിലെന്താണ് ഒരു പൊടി പോലും CPU അതായത് നമ്മുടെ മദർ ബോർഡിൽ ഗമ്മില്ല. സോ ചെറിയ സൈഡിലായിട്ട് ഗമ്മ് ചെറിയ രീതിയിലേ ഉള്ളൂ. സോ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ജസ്റ്റ് ആയതുകൊണ്ട് റീമെൽറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം വിക്കറ്റ് വൈപ്പ് ചെയ്താൽ ടോട്ടൽ ലെഡ് റിമൂവ് ആയിട്ട് കിട്ടും.
വിക്ക് വെച്ച് വൈപ്പ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. കാരണം ഐഫോണിൻ്റെ മദർ ബോർഡാണ് നല്ല രീതിയിൽ ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അതായത് ഓവർ പ്രസ് ചെയ്യരുത്, ചെറിയ രീതിയിൽ പ്രസ് ചെയ്ത് മാത്രം വൈപ്പ് ചെയ്തെടുക്കുക.
സൈഡിൽ എവിടെയെങ്കിലും ഗമ്മിൻ്റെ എന്തെങ്കിലും ജസ്റ്റ് ചിലപ്പോൾ ചെറിയ രീതിയിൽ ഗമ്മ് കാണുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് നോർമൽ ഹീറ്റ് അടിച്ച് കൊടുക്കുക. ഈ നൈഫ് കൊണ്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, ഗമ്മിന് നോർമലായിട്ട് റിമൂവ് ആകും. മദർ ബോർഡിൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് ICയുടെ ബോൾസ് എല്ലാം ക്ലീനിങ്ങും, അതായത് മദർ ബോർഡിലെ പ്രിൻ്റ് എല്ലാം ക്ലീനിങ്ങും പ്രോപ്പറായിട്ടുണ്ട്. ഒരു പ്രിൻ്റ് മിസ്സിങ്, അതായത് ഇതിൽ മിസ്സിങ് കാണുന്ന പ്രിൻ്റ് ഏതായത് നോ കണക്ഷനാണ്, NC ആണ്. സൗണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. സോ ഇനി നമുക്ക് അടുത്ത് എന്താണ്, അതായത് ഇത് CPU ക്ലീൻ ചെയ്യാം. ഞാനിവിടെ CPU ക്ലീൻ ചെയ്യുന്ന അയൺ വെച്ചിട്ട് തന്നെയാണ്. അതായത് T12Xൽ ഒരു 340 ഞാൻ ഹീറ്റ് ഇട്ടേക്കുന്നത്. അതിൽ 138 PPD അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് അയണിൻ്റെ മുകളിൽ 138 PPD അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ നേരത്തെ റീമെൽറ്റ് ചെയ്തത് 132 183. സോ ഈ ഒരു അയൺ വെച്ച് നമുക്ക് എന്താണ് കറക്റ്റ് ഒരു പൊസിഷനിൽ, അതായത് ഒരു കറക്റ്റ് ഒരു ആംഗിളിൽ മാത്രമാണ് ഈ ഗം ഇതേപോലെ കറക്റ്റ് പ്രോപ്പറായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഏത് മെത്തേഡിലാണ് അയൺ പിടിക്കേണ്ടത് എന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു വീഡിയോ ഓൾറെഡി ഇതിന് മുന്നേ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ യൂട്യൂബിലൊക്കെ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതെങ്ങനെ നമുക്ക് ഇതേപോലെ അയൺ കറക്റ്റ് ആംഗിളിൽ പിടിച്ച് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒക്കെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സജഷൻസ് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റും. അയൺ വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം, കാരണം പ്രിൻറ്റ് മിസ്സാവാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക. അതായത് അയൺ ഓവറായിട്ട് മദർ ബോർഡിലേക്ക് പ്രസ് ആകാനോ ഓവറായിട്ട് സ്ക്രാച്ച് ചെയ്യാനോ പാടില്ല. ഓവറായിട്ട് സ്ക്രാച്ച് ചെയ്യണമെങ്കിൽ മദർ ബോർഡിൻ്റെ പ്രിൻറ്റ് മിസ്സാവും. പിന്നെ അത് ജമ്പർ ചെയ്യാനും നമ്മുടെ ഈ ജമ്പർ ചെയ്യാനും കണക്ഷൻ ചെയ്യാനൊക്കെ നിൽക്കേണ്ടി വരും. സോ അതുകൊണ്ട് തന്നെ എന്താണ് നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മാത്രം ചെയ്യാം.
CPൻ്റെ മുകളിൽ നമ്മൾ എന്തായാലും വിക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടി എല്ലാ ക്ലീനിങ് എല്ലാം പ്രോപ്പറായതിനു ശേഷം ഫ്ലക്സ് ആഡ് ചെയ്തിട്ട് എല്ലാ ബോളും ഒരേ ലെവലിൽ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ബോളും ഒരേ ലെവലാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലുള്ള ഫ്ലക്സ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് എന്താണ് ഡയറക്റ്റായിട്ട് സെൻസിൽ വെച്ച് റീബോൾ ചെയ്താൽ മതി. അയണും വെച്ചിട്ടുള്ള ക്ലീനിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്താണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും ചെറിയ ചെറിയ രീതിയിൽ നല്ല രീതിയിൽ ഗം ഇനി ഇതിൻ്റെ മുകളിലുണ്ട്. ഈ ബ്ലാക്ക് ഷെയ്ഡിൽ കാണുന്നതെല്ലാം ഗമ്മാണ്. സോ ഈ എല്ലാ ബോൾസും ഒരേ ലെവലിലായ ശേഷം ഈ ഒരു കണ്ടീഷനിൽ ക്ലീൻ ചെയ്യുക. അതിനുശേഷം എന്താണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ടിന്നർ ഏതാണോ അതിനകത്ത് ഇത് കുറച്ച് നേരം ഇട്ട് വെക്കാം. അതായത് ഏകദേശം ഒരു 4 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ടിന്നറിൻ്റെ അകത്ത് ഇട്ട് വെക്കാം. ആ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള ഈ ഗമ്മെല്ലാം എന്താണ് മെൽട്ടായിട്ട് കിട്ടും. സോ ഈ ഒരു ടൈമിന് ശേഷം നമ്മൾ ഡയറക്റ്റ് എടുത്തിട്ട് 2L ഒരു ബ്രഷ് വരുന്നുണ്ട്, 2 സൈഡിൽ വരുന്നിട്ട് സ്റ്റീലിൻ്റെ ബ്രഷാണ്. അതിൻ്റെ ബോഡി സ്റ്റീലാണ്. എന്താണ് നോർമലി അതിൻ്റെ പല്ല് വരുന്നത് അത്യാവശ്യം നല്ല ഷാർപ്പാണ്. CPയിലൊക്കെ ഡാമേജോ കാര്യങ്ങളൊന്നും ആവില്ല. സോ ആ ഒരു 5 മിനിറ്റിന് ശേഷം ഈ IC എടുത്തിട്ട് ആ ഒരു ബ്രഷ് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ എന്താണ് ക്ലീൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എൻ്റെ ക്ലീനിങ് കാണുമ്പോൾ മനസ്സിലാവാൻ പറ്റും ഏത് രീതിയിൽ ക്ലീൻ ചെയ്യണത്. ആ ഒരു ക്ലീനിങ് മെത്തേഡിൽ ക്ലീനിങ് ചെയ്താൽ പ്രോപ്പറായിട്ട് എന്താണ് നമുക്ക് അതിൻ്റെ മുകളിലുള്ള ഗമ്മെല്ലാം ക്ലീൻ ആയിട്ട് കിട്ടും.
സോ ഗമ്മെല്ലാം ക്ലീനാക്കി പ്രോപ്പറാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത മെത്തേഡ് നമുക്ക് റീബോളിംഗ് ആണ്. റീബോളിങ്ങിന് മുന്നായിട്ട് എല്ലാ ഗമ്മും ക്ലീൻ അല്ലേ എന്നുള്ളതൊന്ന് ജസ്റ്റ് എന്താണെന്നുള്ളതൊന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക. സോ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, അതിനോണ്ടാണ് ഞാൻ നേരത്തെ ഗമ്മ് ക്ലീൻ ചെയ്തത്. ആ ഗമ്മ് ക്ലീൻ ചെയ്തുകൊണ്ട് എന്താണ്, ഒരു ബോളോ കാര്യങ്ങളോ ഒന്നും മിസ്സിംഗ് ഇല്ല, പ്രോപ്പറായിട്ടാണ് ഉള്ളത്. ഐഫോണിൻ്റെ ഒക്കെ CPU റീബോൾ ചെയ്യാൻ വേണ്ടി അതിൻ്റെ പ്രോപ്പർ സെൻസിൽ മാത്രം യൂസ് ചെയ്യുക. നമ്മൾ ഈ കോമൺ സെൻസിൽ ചെയ്യുമ്പോൾ നല്ലൊരു ഡാമേജ് വരാനും ബോൾ മിസ്സാകാനൊക്കെ ചാൻസ് കൂടുതലാണ്.
റീബോളിംഗ് എല്ലാം കഴിഞ്ഞ് സാധനം പ്രോപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും സാധനം പ്രോപ്പർ വർക്ക്. അതായത് ഒരു ബോളോ കാര്യങ്ങളോ ഒന്നും മിസ്സിംഗ് അല്ല, എല്ലാ ബോളും കറക്റ്റ് ഷേപ്പിലാണുള്ളത്. നമുക്കറിയാം നമ്മൾ റീബോൾ ചെയ്തത് ഗ്ലാസ് മെത്തേഡിലാണ്. സോ നമുക്കെന്താണ്, അതായത് ഒരു ബോളോ കാര്യങ്ങളോ മിസ്സാവില്ല. ഒരു ബോളും ഹൈ ആൻഡ്, അതായത് ചില ബോൾ വലുത് ചില ബോളിൽ ചെറുത് എന്നുള്ള കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും വരില്ല. എല്ലാ ബോളും ഒരേ ലെവലിലാണുള്ളത്. IC ഫിക്സ് ചെയ്തതിന് മുന്നായിട്ട് മദർ ബോർഡ് ജസ്റ്റ് ഒന്ന് ടിന്നർ വെച്ചിട്ട് അല്ലെങ്കിൽ ആൽക്കഹോൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഡസ്റ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് ക്ലീൻ ആയിട്ട് കിട്ടും. IC ഒന്ന് ഹോൾഡ് ചെയ്തിരിക്കാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഈ ഒരു ഇൻഡു രീതിയിൽ, ജസ്റ്റ് ഒരു ക്രോസ് രീതിയിൽ എന്താണ് നമ്മൾ ജസ്റ്റ് ചെറിയ രീതിയിൽ മാത്രം ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ആഡ് ചെയ്യരുത്, കാരണം ഓൾറെഡി നമ്മുടെ ICയിൽ നമ്മൾ നേരത്തെ റീബോൾ ചെയ്തതിന് ശേഷം ഇട്ട ഫ്ലെക്സ് അതിൻ്റെ മുകളിലുണ്ട്. IC ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം ഹീറ്റിൽ, അതായത് 360 ഹീറ്റും 60 എയറും ഇതേ മെത്തേഡിൽ നമ്മൾ ജസ്റ്റ് എന്താണ് വിത്ത് നോസിൽ, ഏറ്റവും വലിയ നോസിൽ ഏതാണ് നിങ്ങളെടുത്തത് ആ നോസിൽ വെച്ചിട്ട് എന്താണ് ഇതേപോലെ ഹീറ്റ് അടിച്ച് കൊടുക്കുക. ജസ്റ്റ് എന്താണ് എല്ലാ കോർണറിലും 4 കോർണറിലും ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. CPU ഇരുന്നതിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും കുറച്ച് എന്താണ് കുറച്ച് സെക്കൻഡ് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫ്ലെക്സ് പുറത്തോട്ട് വരുന്നത്. CPU പ്രോപ്പറായിട്ട് ഇരുന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണത്. ആ ഒരു മെത്തേഡിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫ്ലെക്സ് പുറത്തോട്ട് വരുമ്പോൾ CPU പ്രോപ്പറായിട്ട് ഫിക്സ് ആയിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും. അതിനുശേഷം എല്ലാ സൈഡിലും ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. പുഷ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ശ്രദ്ധിക്കണം, ഓവറാവാൻ പാടില്ല. നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട ഡിവൈസ് വർക്കിംഗ് ആണ്. ഈ ഒരു കണ്ടീഷനിൽ കാണിക്കുന്നത് ഡാറ്റ റിക്കവറിംഗ് ആണ്. അതായത് ഇതിൻ്റെ മുന്നേ കസ്റ്റമർ നമ്മളടുത്ത് വരുന്നതിന് മുന്നേ വേറെ ഷോപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അവിടെ നിന്ന് അവർ സോഫ്റ്റ്വെയർ മോഡിൽ കണ്ടതുകൊണ്ട് ഡിവൈസ് സോഫ്റ്റ്വെയർ വേണ്ടി ശ്രമിച്ചിരുന്നു. സോ ആ ഒരു ടൈമിൽ സോഫ്റ്റ്വെയർ ക്രാക്ക് ആയതാണ്. സോ നമുക്ക് എന്താണ് ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ CPU ചെയ്തതിന് ശേഷം ഡിവൈസ് ഓൺ ആയത്
i20 മോഡലൊക്കെയാണ്. സോ ആ ഒരു കണ്ടീഷൻ നമ്മൾ 3V ടൂൾ കണക്ട് ചെയ്ത് വിത്ത് ഡാറ്റ, അതായത് ജസ്റ്റ് നമ്മളത് വിത്ത് ഡാറ്റയിൽ ഫ്ലാഷ് ചെയ്തു. അതിനുശേഷം ഫ്ലാഷിന് കംപ്ലീറ്റ് ആയതിനു ശേഷം ഡാറ്റ റിക്കവറിങ് ഓപ്ഷൻ ഇത് കാണിക്കുന്ന ഈ ഒരു കണ്ടീഷൻ ശേഷം ഡിവൈസ് ടോട്ടലായിട്ട് ഓണായി കസ്റ്റമർക്ക് ഡാറ്റ ഒന്നും ലോസ് ഇല്ലാണ്ട് വിത്ത് ഡാറ്റ തന്നെ നമുക്ക് എന്താണ് കസ്റ്റമർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.